ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു ദിവസത്തേക്ക് സ്വാഗതം. ഇന്ന് 20-ാം ദിവസമാണ്. ഇന്നത്തെ ദിവസം വളരെ മോശമായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു ലയൺ റോക്ക് നമ്മളെ റൂമിൻ്റെ അടുത്തുള്ള തന്നെയാണ്. അവിടെ പോയി ക്യാമ്പ് ചെയ്യണം, ഗ്രിൽ ചെയ്യണം എന്നൊക്കെയാണ് പ്ലാൻ. പക്ഷേ ഒന്നും നടന്നില്ല. കാര്യമായൊന്നുമല്ല. ഒന്ന് കാലാവസ്ഥ വളരെ മോശമായിരുന്നു. വളരെ മോശം വെച്ചാൽ മഴയും മഞ്ഞും ഒക്കെ കൂടിയിട്ട് വളരെ മോശമായിരുന്നു. വഴികളൊക്കെ അടഞ്ഞു കിടക്കുകയായിരുന്നു. മൊത്തം ചളി പിടിച്ചെടുക്കാൻ കയറാൻ പറ്റാത്ത അവസ്ഥ വെച്ചാൽ അവിടെ കുത്തനുള്ള കയറ്റാണ്. പിന്നെ പോരാത്തതിന് എനിക്ക് ഫുഡ് പോയ്സൺ അടിച്ചു. മിനിഞ്ഞാന്ന് രാത്രി കഴിച്ച ഭക്ഷണം വയറ്റിലേറ്റില്ല. എന്താ പറയുക, രാത്രി ഒരുപാട് വൈകിയിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. മിക്കവാറും എല്ലാ ധാബകളും അടച്ചു. അവസാനം കണ്ടൊരു ധാബയിൽ കയറിയതാണ്. അവിടെ നിന്ന് കഴിച്ച ഭക്ഷണം വളരെ മോശമായിപ്പോയി. ഏതായാലും ആ ദിവസം കഴിഞ്ഞു. ആശുപത്രിയിൽ പോയി, ഇപ്പം ഡിസ്ചാർജായി. തിരിച്ച് റൂമിലെത്തി കിടന്നുറങ്ങി. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റു. കാലാവസ്ഥ കുറച്ച് തെളിച്ചം വരുന്നുണ്ട്. മഴ ചെറുതായിട്ടേ ഉള്ളൂ. ഇന്നലത്തെ അത്ര തണുപ്പുമില്ല. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന് വെയിറ്റ് ചെയ്യാണ്. നൂഡിൽസും ഓംലെറ്റും ചായയാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ മിക്കവാറും നാളെ യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്യും. ചിരഞ്ജീവികളാണ് ഇന്ന് മുതൽ 10 ദിവസത്തുള്ള വൈബ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ ഞാൻ നോക്കോ, വളരെ വല്ലാത്തൊരവസ്ഥയാണ്. ജാമ്, ബ്രെഡും ബിസ്ക്കറ്റും ചായയും വല്ലാത്തൊരവസ്ഥയാണ് നമ്മളുടെ ഭായിമാരുടെ. ഒരു ബഡ്ജറ്റ് ട്രാവലിന് ഇറങ്ങിയ ടീംസാണ്. ഇവിടെ വരുന്ന വഴിക്ക് പെട്രോൾ പമ്പിലൊക്കെ കടന്നുറങ്ങിയിട്ടാണ് ഇവിടം വരെ എത്തിയത്. ടെന്റ് ഉണ്ടായിരുന്നു അല്ലേ? ടെന്റ് ഇല്ലാതെ പെട്രോൾ പമ്പ് സൈഡിൽ കടന്നുറങ്ങി അല്ലേ? ആ തണുപ്പത്ത് ഈ മൂവര് ഡിയോല് എറണാകുളത്ത് നിന്ന് വന്നതാ. നിസ്സാര പ്രാന്തല്ല, നമ്മുടെ നബിലാല് തുടങ്ങി വെച്ചതാണ്. ഒരു വൈബാണ്. ഡിയോല് സ്കൂട്ടറിൽ ഒരു ലഡാക്ക് യാത്ര. ഇവിടെ ഒരു മാസത്തോളം ഇവിടെ ഉണ്ടാവും. ഇവിടെ വർക്ക് ചെയ്തിട്ട് ഇവര് കാശുണ്ടാക്കി മുകളിലോട്ടേക്ക് പോകും. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ്. ഇപ്പോൾ വായിച്ചിട്ട് ഏതാണ്ട് 95-ാമത്തെ പേജ് വരെ എത്തി. സൂപ്പർ ബുക്കാട്ടോ ഇത്. അടിപൊളി ബുക്കാണ്. പറ്റുമെങ്കിൽ വായിക്കുക, കിടുവാണ്. നമ്മളുടെ അർജുൻ ബ്രോ ഇവിടെ എത്തിയേക്കാണ്. അർജുൻ ബ്രോ ഒറ്റക്കല്ല, മിസ്റ്റർ അർജുൻ വിത്ത് രണ്ട് മലപ്പുറം ടീംസ് വിത്ത് അറിയും, ബാക്കി അറിയില്ല. പേര് പറയൂ. ഫ്രം ലൈവാണോ? പിന്നെ ഫ്രം കേരള, മലപ്പുറം. നമ്മള് മണാലിയിൽ നോക്കാം. അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. നമ്മള് കോതമംഗലം തന്നെ. കോതമംഗലം ഏത് ഭാഷ? മക്കളെ ഇത് സ്റ്റാർട്ടിങ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇത് നല്ല കട്ട കോട മഞ്ഞായിരുന്നു. പറയൂ, പേര് പറയൂ. നിർമ്മൽ ഫ്രം നിർമ്മൽ പാലാഴി. അങ്ങനെ നമ്മളെ ടീംസ് ഒക്കെ ഇവിടെ എത്തിയേക്കാണ്. മിസ്റ്റർ വിശാഖ് ബ്രോ ആൻഡ് നിതു ബ്രോ ഇവിടെ മല്ലു സിംഗ് റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ച് എന്നെ കാത്തിരിക്കുകയായിരുന്നു. ഇതാണ് ഛത്തീസ്ഗഡ് റോഡ്, നേരെ നേപ്പാൾക്ക്. ഇതാണ് നമ്മൾ താമസിച്ച മുറി. സർവീസൊക്കെ വളരെ മോശമാണ്. പൈപ്പിൽ വെള്ളമില്ല, ഹീറ്റർ വർക്കിംഗ് അല്ല. പിന്നെ ഇത് ഞാൻ പഞ്ചാബിൽ നിന്ന് വാങ്ങിയ പെട്രോളാണ്. ഇതെന്താ, ഇത് ഏതാണ്ട് പകുതിയായി മറിഞ്ഞിട്ട് ഇപ്പോൾ വണ്ടിയിൽ ഒഴിക്കണം. ഒരു ക്യാൻ ഓൾറെഡി ഉണ്ട് വണ്ടിയിൽ. ബാക്കിയെല്ലാം സെറ്റ്. ഇതാണ് നമ്മളുടെ ഹാള്. ഇവിടെ ചെറിയൊരു ഹാള്. ഓയോ റൂമാണ്, പക്ഷെ ഓയോ റേറ്റിന് തരില്ല എന്ന് പറഞ്ഞു. ഛത്തീസ്ഗഡിലേക്കുള്ള ഹൈവേ ആണിത്. ഹൈവേയുടെ സൈഡിൽ സ്റ്റോപ്പാക്കിയതാണ്. നമ്മുടെ ഷാഘാട്ടൻ്റെ വണ്ടിക്ക് ചെറുതായിട്ടുണ്ടോ സീനുണ്ട്, പക്ഷേ കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ഹരിയാനയിലെത്തി. ഹരിയാനയിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലാണ് ഹോട്ടൽ പാരീസ്. ഞങ്ങളുടെ 3 പേരുടെയും ബൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ടൗണാണ്. ഇവിടെ മെയിൻ സ്ട്രീറ്റിൻ്റെ സൈഡിൽ തന്നെയാണ്. നമുക്ക് നാളെ ആ റൂട്ടിൽ നിന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്, നേരെ ദെഹ്റാദൂനിലേക്ക്. പിന്നെ ഹോട്ടൽ നല്ല ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മുടെ ബാഗും കാര്യമൊക്കെ വെച്ചേക്കുന്നത്.
ഹെൽമെറ്റും ബാഗും എല്ലാം എടുത്തിട്ടുണ്ട്. നാളെ പെട്ടെന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളെ റൂം 4ാമത്തെ നിലയിലുള്ളൂ. അങ്ങനെ ഇന്നത്തെ ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഉറങ്ങുകയാണ്. നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ ഇന്ന് മണ്ടിയിൽ നിന്നും ഇവിടം വരെയുള്ള കാലാവസ്ഥ വളരെ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗോപ്രോ ഒന്നും വെക്കാൻ പറ്റിയിരുന്നില്ല. നമ്മൾക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടിണ്ടായിരുന്നു. ഭയങ്കര മോശം റോഡും കൂടിയായിരുന്നു. ആകെ പഞ്ചാബിൽ മാത്രം നമുക്ക് നല്ല റോഡ് കിട്ടിയേ. ഏതായാലും ഇനി അങ്ങോട്ട് പഴയ പോലെ തന്നെ നല്ല വീഡിയോസ് ഒക്കെ വീണ്ടും ഇറക്കാൻ നോക്കാം.